ഈ കാണുന്ന വീപ്പക്കുറ്റിയാണ് പോത്തങ്കോട് ജംഗ്ഷന്റെ രക്ഷകൻ എന്ന് പറയുന്നത്. ഇത് മന്ത്രിയുടെ 5 വർഷത്തെ വികസനത്തിന്റെ സ്മാരകമായിട്ട് ഇതിവിടെ നിൽക്കുകയാണ്. ഈ വീപ്പക്കുറ്റി എത്ര മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ വോട്ട് തേടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ വീപ്പക്കുറ്റിയെ ചിഹ്നമാക്കി വെച്ചോട്ട് വേണം അദ്ദേഹം വോട്ട് തേടാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ അടയാളവും ഈ ഒരൊറ്റ വീപ്പക്കുറ്റിയിലുണ്ട്. ഈ വീപ്പക്കുറ്റിയെ ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് ആദരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. വികസന സ്വപ്നങ്ങൾക്ക് മേലാണ് അദ്ദേഹം 5 വർഷം ഒന്നും ചെയ്യാതെ അടയിരുന്നത്. അതിന്റെ ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് ഈ പറയുന്ന ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത്. ഈ കാണുന്ന വീപ്പക്കുറ്റിയാണ് പോത്തങ്കോട് ജംഗ്ഷന്റെ രക്ഷകൻ എന്ന് പറയുന്നത്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, MC റോഡിനെയും നാഷണൽ ഹൈവേയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജംഗ്ഷനിലാണ് നമ്മൾ ഈ നിന്നുകൊണ്ടിരിക്കുന്നത്. ഈ ജംഗ്ഷന്റെ നിയന്ത്രണം മുഴുവൻ ഏറ്റെടുത്ത് ഈ വാഹനങ്ങൾ പരസ്പരം കൂട്ടിമുട്ടാതെ ബസ് ഡിപ്പോയ്ക്കകത്തുനിന്ന് ബസ്സുകൾ പുറത്തിറങ്ങുന്നു, ഇത്രയധികം വാഹനങ്ങൾ പോകുന്നു, ആംബുലൻസ് വന്ന് കയറുന്നു, 2 വീലർ വന്ന് കയറുന്നു. ഇതിനെ മുഴുവൻ രക്ഷിച്ചു പിടിച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ വീപ്പക്കുറ്റിയാണ്. ഇത് മന്ത്രിയുടെ 5 വർഷത്തെ വികസനത്തിന്റെ സ്മാരകമായിട്ട് ഇതിവിടെ നിൽക്കുകയാണ്. നിങ്ങൾക്കത് ആ ട്രാഫിക് സിഗ്നൽ കാണാം, അത് വർക്ക് ചെയ്തിട്ട് എത്രയോ വർഷങ്ങളായി. അപ്പോൾ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന്റെ ഹൃദയം എന്ന് പറയുന്നത് നെടുമങ്ങാട് ജംഗ്ഷനും ഈ പറയുന്ന പോത്തങ്കോട് ജംഗ്ഷനുമാണ്. ഈ പോത്തങ്കോട് ജംഗ്ഷനിൽ മന്ത്രി ചെയ്തിരിക്കുന്ന വികസന പ്രവർത്തനത്തിന്റെ സ്മാരകമാണ് ഈ പറയുന്ന വീപ്പക്കുറ്റി എന്ന് പറയുന്നത്. ഈ വീപ്പക്കുറ്റി എത്ര മനുഷ്യരുടെ ജീവൻ രക്ഷിക്കുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കണം. ഇതില്ലാന്നുണ്ടെങ്കിൽ വണ്ടികൾ പരസ്പരം തമ്മിലിടിച്ച് ഇവിടെ മരണം വരെ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾ ഈ പോത്തങ്കോട് ജംഗ്ഷനിൽ ഉണ്ടാകും. അതിനെ മുഴുവൻ രക്ഷിച്ചു പിടിച്ചിരിക്കുന്നത് ഈ വീപ്പക്കുറ്റിയാണ്. അതുകൊണ്ട് തന്നെ മന്ത്രിക്ക് ശരിക്കും പറഞ്ഞാൽ വോട്ട് തേടണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഈ വീപ്പക്കുറ്റിയെ ചിഹ്നമാക്കി വെച്ചോട്ട് വേണം അദ്ദേഹം വോട്ട് തേടാൻ വേണ്ടിയിട്ട്. കാരണം അദ്ദേഹം ചെയ്ത വികസന പ്രവർത്തനങ്ങളുടെ മുഴുവൻ അടയാളവും ഈ ഒരൊറ്റ വീപ്പക്കുറ്റിയിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിലെ ജനങ്ങളുടെ, പോത്തങ്കോട് വാസികളുടെ മുഴുവൻ ഒരു അമർഷവും ഞങ്ങൾ ഈ വീപ്പക്കുറ്റിയെ ആദരിച്ചുകൊണ്ട് ഞങ്ങൾ തീർക്കുകയാണ്. ഞങ്ങളിവിടെ റോഡ് തടയാനോ വാഹനങ്ങളെ തടസ്സപ്പെടുത്തുവാനോ പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുവാനോ തയ്യാറാകുന്നില്ല. പകരം മന്ത്രിയുടെ വികസനം എന്താണ് എന്ന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ വീപ്പക്കുറ്റിയെ ഞങ്ങൾ പ്രതീകാത്മകമായിട്ട് ആദരിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. 5 വർഷം ഈ നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിന് ഒരു മന്ത്രിയെ ലഭിക്കുന്നത്. ഈ കേരള സംസ്ഥാനം രൂപീകരിച്ചിട്ട് ഇന്ന് വരെ ഒരു മന്ത്രിയെ ലഭിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു മന്ത്രിയെ ലഭിച്ചത്. ആ മന്ത്രിയെ ലഭിക്കുന്ന സമയത്ത് ഈ മണ്ഡലത്തിൽ യഥാർത്ഥമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ടായിരുന്നു. ഉണ്ടായില്ല എന്ന് മാത്രമല്ല, ആൾക്കാരെ പറ്റിക്കുന്ന തരത്തിൽ, കണ്ണിപ്പൊടിയിടുന്ന തരത്തിൽ റോഡിൽ കുഴിയടച്ചു എന്ന് പറയുന്നതിനപ്പുറത്തേക്കുള്ള യാതൊരു വികസന പ്രവർത്തനവും നമ്മുടെ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഈ മന്ത്രി എന്ന് പറയുന്നത് ഒരു നൂറ്റാണ്ടിന്റെ നഷ്ടമാണ്. ഒരു നൂറ്റാണ്ടിന്റെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇനി 10-30 വർഷങ്ങൾ കഴിഞ്ഞാൽ മാത്രമായിരിക്കും ഈ മണ്ഡലത്തിൽ ഒരു മന്ത്രിയെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സാധ്യത ഉണ്ടാകുന്നത്. അതിന്റെ സാഹചര്യങ്ങൾ ചിലപ്പോൾ രാഷ്ട്രീയ സാഹചര്യങ്ങളാണ്, പലതായിരിക്കാം വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത്, ഒരു നൂറ്റാണ്ടിന്റെ നഷ്ടമാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ GR അനിൽ എന്ന് പറയുന്ന മന്ത്രി. ആ മന്ത്രിയുടെ വികസനത്തിന്റെ സ്മാരകമാണിത്. അതുകൊണ്ട് ഞങ്ങൾ ഇതിനെ ആദരിക്കുന്നു എന്ന് മാത്രമല്ല, പ്രതീകാത്മകമായിട്ട് ആ ട്രാഫിക് സിഗ്നലിൽ ഞങ്ങളൊരു വാഴ കെട്ടിവെക്കുകയാണ്. കാരണം ആ ട്രാഫിക് സിഗ്നൽ ആ ഒടിഞ്ഞു പോയ വാഴയ്ക്ക് സമാനമാണ്, ഒരു ഉപയോഗവുമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, ഇത്രയും വലിയൊരു ജംഗ്ഷനാണ്. നിങ്ങൾ നോക്കണം, ഈ സിഗ്നൽ വർക്ക് ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ള കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഈ സിഗ്നൽ വർക്ക് ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ള കാര്യം നിങ്ങൾ മന്ത്രിയോടാണ് ചോദിക്കേണ്ടുന്നത്. നിങ്ങൾ മന്ത്രിയോട് ചോദിക്കേണ്ട ചോദ്യമാണ്. കാരണം ഇതുപോലും ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, അതായത് ഈ ജംഗ്ഷനെ ഈ അവസ്ഥയിലാണ് അദ്ദേഹം നിലനിർത്തിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് വികസനം അദ്ദേഹം ഈ മണ്ഡലത്തിൽ ചെയ്തു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയേണ്ടുന്നത്. അദ്ദേഹം ഒരു ദീർഘവീക്ഷണവും ഇല്ലാണ്ട് ഏതെങ്കിലുമൊക്കെ റോഡിൻ്റെ ഒരു പണി തീർത്തു എന്നുള്ളതോ അല്ല തെരഞ്ഞെടുപ്പിൻ്റെ 3 ദിവസം ഉള്ളപ്പോൾ ബസ് റൂട്ട് തുടങ്ങി എന്നുള്ളതോ അല്ല ഈ നാട്ടിലെ വികസനം ആഗ്രഹിക്കുന്നത്. ഈ നാട്ടിലെ വികസനം എന്ന് പറഞ്ഞാൽ ദീർഘവീക്ഷണത്തോടു കൂടി ഉണ്ടാകേണ്ടുന്ന ഒന്നായിരുന്നു. പോത്തങ്കോട് പ്രദേശത്തിൻ്റെ, പോത്തങ്കോട് പഞ്ചായത്തിൻ്റെ, നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൻ്റെ വികസന സ്വപ്നങ്ങൾക്ക് മേലാണ് അദ്ദേഹം 5 വർഷം ഒന്നും ചെയ്യാതെ അടയിരുന്നത്. അതിൻ്റെ
ജീവിച്ചിരിക്കുന്ന സ്മാരകമാണ് ഈ പറയുന്ന ട്രാഫിക് സിഗ്നൽ എന്ന് പറയുന്നത്.